ദ്വിതീയ സ്കന്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചതുശ്ലോകി. അത് ചുരുക്കി പറയണേ, ആഴത്തിൽ പറയാൻ പറ്റില്ല. ഇത് നമ്മൾ സാരമാണല്ലോ നോക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഉണ്ട്. അദ്വൈത വേദാന്തത്തിൻ്റെ തത്വം മുഴുവനും ഈ കുഞ്ഞ് 4 ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ 4 ശ്ലോകങ്ങൾ 4 വിഷയങ്ങളാണ്. ഒന്നാമത്തെ വിഷയം ബ്രഹ്മം, രണ്ടാമത്തത് മായ, മൂന്നാമത്തത് ജഗത്ത്, ഈ കാണുന്ന പ്രപഞ്ചം, നാലാമത്തത് ആ ബ്രഹ്മത്തിനെ പ്രാപിക്കാനുള്ള ഉപാധി, ബ്രഹ്മപ്രാപ്തി ഉപാധി. ഈ സ്കന്ധത്തിൻ്റെ വിഷയം ഉപാധി സ്കന്ധം എന്നാണല്ലോ, ഉപാധിയാണല്ലോ, ഭഗവാനെ പ്രാപിക്കാനുള്ള വഴി. അത് നമ്മൾ കണ്ടു, ശ്രവണമാണ്. ആ ശ്രവണത്തിൻ്റെ ഉത്കൃഷ്ടമായ ഒരു രൂപമാണ് ഇത്. ഇപ്പം നമ്മൾ 4ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി പറയാം. അപ്പം ഇതെല്ലാം 4 ചുരുക്കി പറയേ, വളരെ ചുരുക്കി. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ബ്രഹ്മം. അതിലാണ് ഭഗവാൻ പറയുന്നത് അഹം ഏവ ആസം, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആസം എന്ന് പറയുമ്പോൾ ഭൂതകാലമാണ്. അസ്മി എന്നുള്ളതിൻ്റെ ഭൂതകാലമാണ് ആസം. ഞാൻ മാത്രമേ, അഹം ഏവ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴാണ്? ഈ സൃഷ്ടിയൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഭഗവാൻ ഞാൻ എന്ന് പറയുമ്പോൾ വസുദേവ പുത്രനായ വാസുദേവനായിട്ടല്ല പറയുന്നത്, ആ സാക്ഷാത് പരമാത്മാവ്, പരബ്രഹ്മ, ബ്രഹ്മസ്വരൂപേണയാണ് പറയുന്നത്. ബ്രഹ്മം എന്താണ്? ബ്രഹ്മം ഏതാണോ ഏറ്റവും വലുത് അതാണ് ബ്രഹ്മം. ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും എന്തുപോലെയാണ് വലുത്? നമ്മൾ വലുതാണ് കേട്ടോ, ഞാനിന്ന് വലിയൊരു സാധനത്തിനെ കണ്ടു. അതെന്താണ് വലിയൊരു സാധനം? ഒരു ആന, ഒരു കുട്ടി ആന. കുട്ടി ആനകളെ കാണാൻ രസമാണല്ലോ അല്ലേ? കുട്ടി ആനകൾ ഓടിച്ചാടി കളിക്കുന്നതൊക്കെ. പക്ഷെ അവർക്ക് ഭയങ്കര ഊർജ്ജമാണ്. അവർ നമ്മളെ ഒന്ന് തട്ടിയാൽ മതി, നമ്മൾ താഴെ കിടക്കും അല്ലേ, കാണാൻ കുഞ്ഞാണെങ്കിലും. അപ്പം നമ്മൾ ചോദിക്കും വലുതാണെന്ന് പറയുമ്പോൾ എത്ര വലുത്, ഏതുപോലെ വലുത് എന്ന് നമ്മൾ ചോദിക്കും. അതൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വലുത് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ദേശം കൊണ്ട് വലുതാണ് ഉദ്ദേശിക്കുന്നത്. ദേശം കൊണ്ട് വലുതെന്ന് പറയുമ്പോൾ ഈ ഹാള് ഇത്രയും വലുതാണല്ലേ, ആ ഹാളോ അതിനേക്കാട്ടിലും വലുതാണ്. അതിനേക്കാട്ടിലും വലുതാണ് ഈ തിരുവനന്തപുരം സിറ്റി മുഴുവനും. അതിനേക്കാട്ടിലും വലുതാണ് കേരളം. അതിനേക്കാട്ടിലും വലുതാണ് ഭാരതത്തിനേക്കാട്ടിലും വലുതാണ് ഏഷ്യ. ഏഷ്യനേക്കാട്ടിലും വലുതാണ് ഭൂമി തന്നെ അല്ലേ. ഭൂമിയെക്കാട്ടിലും വലുതാണ് പ്രപഞ്ചം മുഴുവനും. ആ ഭൂമി, ആ നമ്മുടെ സയൻസ് പ്രകാരം പോവുകയാണെങ്കിലോ എന്തുകൊണ്ടല്ലോ അതിന്, ഏതിൻ്റെ ഉള്ളിലാണല്ലോ സൗരയൂഥം. സൗരയൂഥം, നവഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ. അതിനേക്കാട്ടിലും വലുതാണ് ഗാലക്സി. ഗാലക്സിനേക്കാട്ടിലും വലുത് ഒരു ഗാലക്സി അല്ലല്ലോ, പല പല ഗാലക്സികൾ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പം മനസ്സ് എവിടെ എത്തി അല്ലേ? ശരി, ഈ ഇത്രയും മുഴുവനും നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എവിടെ പോകുന്നു? മനസ്സിൽ നമ്മൾ ലയിക്കുന്നു അല്ലേ, നമ്മളെ ലയിക്കുന്നു. ഇതെല്ലാം ഭാവന ചെയ്ത ആരാണ്? മനസ്സാണല്ലോ അല്ലേ. അപ്പം ഈ ഭാവന ചെയ്യുന്ന ഈ മനസ്സ് ഇതിനേക്കാട്ടിലും വലുതല്ലേ. അപ്പം ആലോചിച്ച് നോക്കൂ, അമ്മ നമ്മുടെ ഈ കുഞ്ഞു മനസ്സ് ഇതിനേക്കാട്ടിലും വലുതല്ലേ. സ്വപ്നത്തിൽ നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുക, സ്വപ്നത്തിൽ കേരളം മുഴുവനും കണ്ടു, ഏഷ്യ മുഴുവനും കണ്ടു, പ്രപഞ്ചം മുഴുവനും കണ്ടു. മുഴുവനും കാണുന്നത് എവിടെയാണ്? കുഞ്ഞു മനസ്സിലാണല്ലോ. അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തിനേക്കാട്ടിലും വലുത് ഈ പ്രപഞ്ചം ഉണ്ട് എന്ന് അനുഭവപ്പെടുന്ന മനസ്സിലാണ്. മനസ്സെവിടെയാണ് നിൽക്കുന്നത്? ഉറക്കത്തിൽ മനസ്സെവിടെ പോകുന്നു? ലയിക്കുന്നു അല്ലേ, ലയിക്കുന്നു. ആരും ലയിക്കുന്നു? മനസ്സുണ്ടോ ഉറക്കത്തിൽ? ഉണ്ടോ? ഉണ്ട് ഇല്ല. ഭഗവാന് ലയിക്കുന്നു. ഇല്ല, ഉണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉണ്ട്, പക്ഷേ അത് ആ ഒരു രൂപത്തിലല്ല, ഇപ്പൊ കാണുന്ന രൂപത്തിലല്ല, അത് ലയിക്കുന്നു. അതിന്റെ കാരണ രൂപത്തിൽ അത് ലയിക്കുന്നുണ്ടല്ലോ. അപ്പൊ ലയിക്കുന്നത് ഏതിലാണ്? ലയിക്കണമെങ്കിൽ എന്തോ ഒരു സാധനത്തിൽ വേണ്ട ലയിക്കാൻ. ഏതിലാണ് ലയിക്കുന്നത്? അത് മനസ്സിനെക്കാട്ടിലും ഉപരിയല്ലേ, മനസ്സിനെക്കാട്ടിലും വലുതല്ലേ അത്.
അപ്പൊ ആലോചിച്ച് നോക്കൂ, അതാരാണ്? അതാണ് ഭഗവാൻ, അതാണ് നമ്മുടെ എല്ലാവരുടെ സ്വരൂപം, അതാണ് ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറയുമ്പോൾ ദേശം കൊണ്ട് ഏറ്റവും വലുതാണ് ബ്രഹ്മം. ഈ ദേശം കൊണ്ട് മാത്രമല്ല, കാലം കൊണ്ടും വലുതാണ്. കാലം കൊണ്ട് എങ്ങനെ പറയാം? ഞാൻ ഇപ്പം ജീവിച്ചിരിക്കുന്നു, എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഇനി ഡേറ്റ് ഓഫ് ഡെത്തും ഉണ്ടാവും അല്ലേ? അപ്പൊ ഡേറ്റ് ഓഫ് ബർത്തിന് മുൻപ് ഞാൻ ഉണ്ടായിരുന്നോ? വേറെ ഏതോ രൂപത്തിൽ അല്ലേ? വേറെ ഏതോ രൂപത്തിൽ. പിന്നെ അതിന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാനേ പറ്റില്ല എന്തൊക്കെ ഉണ്ടായിരുന്നോ ഇല്ലയോ. ഇനി ഭാവിയിൽ പോവുകയാണെങ്കിലും എന്തുണ്ടാകും എന്തില്ലാന്നും നമുക്ക് പറയാനേ പറ്റില്ല അല്ലേ? പക്ഷേ കാലം കൊണ്ട് എല്ലാ കാലങ്ങളിലും ഉള്ളത് ഭൂതത്തിലും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഭാവിയിലും ഉണ്ടാകും എന്ന് പറയാം. അതിന് കാലം കൊണ്ട് സർവവ്യാപി എന്ന് പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഈ സർവവ്യാപി എന്ന പദം തന്നെ ദേശം കൊണ്ടാണ്, പക്ഷേ കാലം കൊണ്ട് സർവവ്യാപി എന്ന് പറയുമ്പോൾ നിത്യമാണ്, ഭൂതം വർത്തമാനം ഭാവിയിലും ഉള്ളത്. ഇനി വസ്തു കൊണ്ട് സർവവ്യാപി എങ്ങനെയാകും? മൈക്കുണ്ട്, മൊബൈലുണ്ട്. മൈക്ക് മൊബൈലല്ലല്ലോ, മൊബൈൽ പുസ്തകമല്ലല്ലോ, പുസ്തകം കണ്ണടയല്ലല്ലോ. അപ്പം ഈ കണ്ണട പറയാണ് ഞാൻ സർവവ്യാപി അല്ല കേട്ടോ. എന്തുകൊണ്ടാണ്? ഞാൻ കണ്ണട മാത്രമാണ്, ഞാൻ പുസ്തകമല്ലല്ലോ, ഞാൻ മൈക്കല്ലല്ലോ. പക്ഷേ ഏതെങ്കിലും വസ്തു കണ്ണടയുടെ ഉള്ളിലുണ്ട്, മൈക്കിൻ്റെ ഉള്ളിലുണ്ട്, പുസ്തകത്തിൻ്റെ ഉള്ളിലുണ്ട്, എല്ലാത്തിനും മൊബൈലിൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ അത് വസ്തു കൊണ്ട് സർവവ്യാപിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണം പറയാം, വളരെ ലളിതമായിട്ടുള്ള ഉദാഹരണം. വീണ്ടും നമ്മുടെ സിനിമ സ്ക്രീൻ എടുക്കാം. തിരശ്ശീല സ്ക്രീന്, സിനിമയുണ്ട്, സ്ക്രീനുണ്ട്. അപ്പോൾ സ്ക്രീൻ പറയാണ്, നിങ്ങൾക്കറിയോ ഈ സിനിമയിൽ എവിടൊക്കെ സ്ഥലമുണ്ടോ? അവരെവിടൊക്കെ പോയി എന്നറിയോ? കാനഡയിൽ പോയി, ജർമ്മനിയിൽ പോയി, മലേഷ്യയിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഈ ചാർധാം യാത്ര, കേദാറിൽ പോയി, ബദ്രീനാഥിൽ പോയി, നിങ്ങളൊക്കെ പോകാണല്ലോ അല്ലേ? അവിടെ പോയി ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ടോ ആ സ്ഥലങ്ങളൊക്കെ ആരിലാണ് ഇരിക്കുന്നത് അറിയോ? എന്നിലാണ് ഇരിക്കുന്നത് എന്ന് സ്ക്രീൻ പറയാണ്. അപ്പോൾ സ്ക്രീൻ ദേശം കൊണ്ട് സർവ്വവ്യാപിയാണ്. പിന്നെ സ്ക്രീൻ പറയാണ്, ഇന്നലെയും സിനിമയുണ്ടായിരുന്നു, മിനിഞ്ഞാന്നും സിനിമയുണ്ടായിരുന്നു, അതിന് മിനിഞ്ഞാന്നും സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിലെല്ലാം ആരുണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. സിനിമ തുടങ്ങി അവസാനിച്ചു, പക്ഷെ ഞാൻ അവസാനിച്ചില്ല. ഇന്നും സിനിമ നടക്കുന്നുണ്ട്, ഞാനുണ്ട്. ഇനി നാളെയും സിനിമ നടക്കും, മറ്റന്നാളെയും സിനിമ നടക്കും, അതിൻ്റെ പിറ്റേ ദിവസവും നടക്കും. അപ്പോൾ എല്ലാ സിനിമ എപ്പോഴൊക്കെ സിനിമകൾ നടക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ഞാൻ ഉണ്ട്. അപ്പോൾ കാലം കൊണ്ട് ഞാൻ സർവ്വവ്യാപിയാണ്. അത് മാത്രമല്ല, വസ്തു കൊണ്ടും ഞാൻ സർവ്വവ്യാപിയാണ്. എങ്ങനെ പറയും? ആ സിനിമയിൽ പല ആൾക്കാരെയും കാണിക്കും അല്ലേ? പല നടന്മാരെയും കാണിക്കും, പല വസ്തുക്കളും കാണിക്കും. ആന വരുന്നു, പുലി വരുന്നു, മരം വരുന്നു, വീട് വരുന്നു, എല്ലാത്തിലും ഞാൻ ഉണ്ട് എന്ന് സ്ക്രീൻ പറയുമല്ലോ അല്ലേ? പറയോ? ഓരോരോ നടന്മാരുടെ പിന്നിലും ആരാണ് പ്രകാശിക്കുന്നത്? സ്ക്രീനാണല്ലോ. ഓരോ വസ്തുക്കളും വ്യക്തികളും വരുമ്പോഴും അതിലൂടെ എല്ലാം സ്ക്രീനാണ് പ്രകാശിക്കുന്നത്. വസ്തു കൊണ്ടും സ്ക്രീനാണ് വലുത്. അതേപോലെ തന്നെ ഈ ബ്രഹ്മതത്വമാണ് ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ കാലം കൊണ്ടും ദേശം കൊണ്ടും വസ്തു കൊണ്ടും ഏറ്റവും വലുത്. എന്താണ്? ഉണ്മസ്വരൂപൻ. മൈക്ക് ഉണ്ട്, മൊബൈൽ ഉണ്ട്, പുസ്തകം ഉണ്ട്. ആ ഉണ്മയാണ് ഭഗവാൻ, ബ്രഹ്മം. മൈക്കുണ്ട് എന്ന് പറയുമ്പോൾ മൈക്ക് മാറുന്നു, ഉണ്ട് എന്നുള്ളത് മാറുന്നില്ലല്ലോ. മൊബൈലിലും ഉണ്ട്, മൊബൈൽ ഉണ്ട്, പുസ്തകം ഉണ്ട്, കണ്ണട ഉണ്ട്. കണ്ണട, മൈക്ക്, മൊബൈൽ, പുസ്തകം എന്ന ഘടകം മാറുന്നു, പക്ഷെ ഉണ്ട് എന്നുള്ള ഘടകം മാറുന്നില്ലല്ലോ. അതെന്താണ്? ആ ഉണ്മയാണ് ഭഗവാന്റെ സ്വരൂപം, അതാണ് ബ്രഹ്മം. അപ്പൊ പറയാണ്, ഈ സൃഷ്ടി നടക്കുന്നതിന് മുൻപേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൃഷ്ടി വന്നപ്പോഴോ? സൃഷ്ടി ഉണ്ടായപ്പോഴും ഞാൻ തന്നെയുള്ളൂ. പക്ഷേ സൃഷ്ടി ഉള്ളതായി തോന്നിപ്പിക്കുന്നു. എങ്ങനെ? മരുഭൂമിയിലെ കാനൽ ജലം. ആരെങ്കിലും മരുഭൂമിയിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അവിടെ കാനൽ ജലം തോന്നുമോ? ദൂരെ നിന്ന് കാണുമ്പോൾ അങ്ങനൊന്നും തോന്നിയിട്ടില്ല അല്ലേ? നമുക്ക് മരുഭൂമിയിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ റോഡ് സൈഡിൽ നമുക്ക് കാണുമല്ലേ, വെള്ളമില്ലാത്ത പ്രദേശത്ത് സൂര്യകിരണങ്ങൾ ആ ഒരു പ്രതിഭാസം കാരണം നമുക്ക് തോന്നും വെള്ളമുണ്ട് എന്ന്. പക്ഷെ അടുത്ത് പോയി കഴിഞ്ഞാൽ വെള്ളമൊന്നുമില്ല. പിന്നീടും നമുക്കറിയാം അവിടെ വെള്ളമില്ല,
പക്ഷെ പിന്നീടും നമ്മൾ കാണുമ്പോൾ തോന്നലുണ്ടാവുമല്ലോ. അറിഞ്ഞതിന് ശേഷവും തോന്നലുണ്ടാവുമല്ലോ. പക്ഷെ തോന്നലുണ്ടായാലും അതില്ല എന്ന് ഉള്ളിൽ നമുക്ക് അറിവ് ഉണ്ട്. ഈ തോന്നൽ ആരാ സൃഷ്ടിപ്പിക്കുന്നത്? അതിൻ്റെ പേരാണ് ഇവിടെ ഭഗവാൻ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയാണ് മായ. ഭഗവാൻ ബ്രഹ്മം, ആ ബ്രഹ്മത്തിൽ ഈ സൃഷ്ടി ഉള്ളതുപോലെ തോന്നുന്നു. ആ തോന്നിക്കുന്നത് ആരാണ്? ആ ശക്തിയാണ്, ബ്രഹ്മത്തിൻ്റെ ശക്തിയായ മായ. മായ എന്ന ആ ഇതിൻ്റെ പദത്തിൻ്റെ അർത്ഥം തന്നെ മായ എന്നുള്ളത് തിരിച്ചിടുക. മാ യാ, യാ മാ, സാ മായ. ആരാണോ ഇല്ലാത്തത്, ആരാണോ ഇല്ലാത്തവൾ, അവളാണ് മായ. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് വേദാന്തത്തിൽ സ്വപ്നവും സുഷുപ്തിയും രണ്ടവസ്ഥകൾ. നമുക്ക് 3 അവസ്ഥകളുണ്ടല്ലോ: ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. ഈ 3 അവസ്ഥകൾ നല്ലോണം വിശകലനം ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പൊതുവേ വിശകലനം ചെയ്യുന്നതും ഇരിക്കുന്നതും എവിടെയാണ്? ജാഗ്രത അവസ്ഥയിലാണ്. ഉറങ്ങൊക്കെ ഉണ്ട്, സ്വപ്നവും കാണുന്നുണ്ട്. പക്ഷെ ആ സ്വപ്നത്തിനെ പറ്റിയും സുഷുപ്തി അവസ്ഥയെ പറ്റിയും കൂടുതൽ മനനം ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൽ ഒരുപാട് തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇപ്പം നമുക്ക് സ്വപ്നത്തിൻ്റെ കാര്യം എടുക്കാം. സ്വപ്നത്തിൽ പലത് കാണുന്നു, പല സ്ഥലത്ത് പോയിട്ട് വന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എല്ലാം നടക്കുന്നു അല്ലേ. പക്ഷെ എണീറ്റ് കഴിഞ്ഞിട്ട് ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നറിയുന്നു. നമ്മൾ നല്ല ഇവിടെ വരെ ഭക്ഷണം കഴിച്ചു, വിശന്ന് പൊരിഞ്ഞിരുന്നു, അമ്പലപ്പുഴയിൽ പോയി സദ്യ കൊണ്ടു, അമ്പലപ്പുഴ പായസം കഴിച്ചു, കൃഷ്ണനെയും കണ്ട് സുന്ദരമായിട്ട് പായസമൊക്കെ വെട്ടി വിഴുങ്ങി ഇതുവരെയായി, ഭക്ഷണം കഴിച്ച് കിടക്കാണ്. കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്വപ്നത്തിൽ വിശന്ന് പൊരിയാണ്. പക്ഷെ കിടന്ന ആളോ പായസമൊക്കെ കഴിച്ച് നല്ല വയറിങ്ങനെ ആയി, ഡൈനിങ് ടേബിൾ പോലെയായി വയറ്. കാരണം ഇനി ഫിറ്റ് ചെയ്യാൻ പറ്റില്ല ഉള്ളിൽ, അത്രയുമായി. പക്ഷേ ഉറങ്ങുമ്പോഴോ കാണുന്നത് വിശന്ന് പൊരിയാണ്. ഓരോരുത്തരടുത്ത് പോയി ചോദിച്ചു, എല്ലാ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു. രാത്രിയാണ് പോകുന്നവരൊക്കെ പറയാം, അയ്യോ ഞാൻ നിങ്ങളിപ്പോൾ കഴിച്ചതേ ഉള്ളൂ, ഭക്ഷണം ഒക്കെ തീർന്നു പോയല്ലോ, ഇപ്പം കഴിച്ചതേ ഉള്ളൂ, ഇപ്പോൾ തീർന്നു പോയല്ലോ. കാണുന്ന സ്ഥലത്തൊന്നും ബേക്കറിയിലൊക്കെ പോയി ഒരു സ്ഥലത്തും ഭക്ഷണമില്ല. അങ്ങനെ വിശന്ന് പൊരിയുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നു. പെട്ടെന്ന് ഞെട്ടി എണീറ്റപ്പോഴത്തേക്ക് ഒന്നും തന്നെ ഇല്ല, അവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അല്ലേ. എല്ലാവരും സ്വപ്നം കാണുമല്ലോ. പക്ഷെ സ്വപ്നത്തിൽ ഇരിക്കുമ്പോൾ അത് സ്വപ്നം സത്യമായിട്ട് തോന്നുന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. അതെന്തൊരു ശക്തിയാണല്ലേ. സ്വപ്നത്തിനെ സൃഷ്ടിക്കുന്നത് നിദ്രാശക്തിയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നത് ഭഗവാന്റെ ബ്രഹ്മത്തിൻ്റെ മായാശക്തിയാണ്. ഉള്ളതുപോലെ തോന്നും. പലരും പറയും, ഓ നിങ്ങൾക്കൊക്കെ പറയാം ഒന്നും ഇല്ലാത്തതാണ് എന്ന്. പക്ഷെ എല്ലാം കാണുന്നുണ്ടല്ലോ, അനുഭവിക്കുന്നുണ്ടല്ലോ, വേദന ഉണ്ടല്ലോ, കയ്യിലുള്ള വേദന ഉണ്ടല്ലോ. പക്ഷെ വേദന ഉള്ളപ്പോഴും ഉള്ളിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ വേദന ഒന്നും ബാധിക്കാത്ത ഉള്ളിലൊരു കേന്ദ്രം പ്രകാശിക്കുന്നുണ്ട്. ഉള്ളിൽ ഞാൻ 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 എന്നുള്ള ബോധസ്വരൂപനായ ഭഗവാൻ എന്ത് വേദന വന്നാലും, ശരീരത്തിലോ മാനസികമായോ ബുദ്ധിപരമായിട്ടുള്ളോ എന്ത് വേദന വന്നാലും ആ വേദന കൊണ്ട് സ്പർശിക്കപ്പെടാത്ത ഒരു കേന്ദ്രം ഉള്ളിലുണ്ട്. അതാണ് ബ്രഹ്മം. പക്ഷേ ഇപ്പം അതിൻ്റെ മുകളിൽ കുറേ സൃഷ്ടികളൊക്കെ നടക്കുന്നതായിട്ട്, ശരീരം മുതൽക്ക്, ശരീരം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, അഹങ്കാരം, പിന്നെ കാണുന്ന സമസ്ത പ്രപഞ്ചവും ഉള്ളതുപോലെ തോന്നിക്കുന്നു. എന്തൊരു അപാര ശക്തിയായിരിക്കും അല്ലേ. ആലോചിച്ച് നോക്കൂ. മാന്ത്രികൻ ഒന്നുമില്ലാത്ത എന്തിനൊക്കെയോ സൃഷ്ടിക്കുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ശക്തി ഇതിനെയൊക്കെ സൃഷ്ടിച്ച് നിലനിർത്തി പോഷിപ്പിച്ചുകൊണ്ട് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനെയാണ് മായ എന്ന് പറയുന്നത്. മായാശക്തി എന്തിനെയാണ് സൃഷ്ടിക്കുന്നത് പോലെ തോന്നുന്നത്? അതാണ് ജഗത്ത്. അതാണ് 3ാമത്തെ പോയിന്റ്. എന്താണ് ഈ ജഗത്ത്? പ്രപഞ്ചം. പ്രകർഷേണ പഞ്ച, പ്രപഞ്ചം. പഞ്ച് എന്ന് പറയുമ്പോൾ 5 പഞ്ചഭൂതങ്ങളുടെ കോമ്പിനേഷനാണ്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയും. എന്തൊക്കെ കാണുന്നുണ്ടോ എല്ലാത്തിലും പഞ്ചഭൂതങ്ങളുണ്ട്. പക്ഷേ ഓരോരോ രീതിയിലാണ് അതിൻ്റെ കോമ്പിനേഷൻ, പെർമ്യൂട്ടേഷൻ. അത്ഭുതമല്ലേ. എല്ലാത്തിലും പഞ്ചഭൂതങ്ങളാണ്. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളാകുന്ന പഞ്ചഭൂത വിഷയങ്ങൾ. പക്ഷേ എന്തൊരു വ്യത്യസ്തതയാണ് കാണുന്നത്. ഒരാൾ പോലെയല്ലല്ലോ മറ്റേ ആളല്ലേ. എത്ര മനുഷ്യ സൃഷ്ടികളാണ്. ഒരാളെ പോലെ അല്ല മറ്റേ ആൾ കാണാൻ. ഭഗവാന്റെ സൃഷ്ടിയെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. ജഗത്ത്, ഒരു മഹാത്മാവ് പറഞ്ഞു, ജഗത്ത് എന്താണ്? ജഗാന്നിരിക്കുന്നു കാണാൻ. ചിലർ ഈ സാരി, ചില വസ്ത്രം കൊടുക്കുമ്പോൾ കാണാനിങ്ങനെ പളപളാന്നിരിക്കുമല്ലോ അല്ലേ. നിങ്ങൾ പളപളാന്നാണോ പറയുന്നത്? ഇങ്ങനെ തളയി നിൽക്കുന്ന പളപളാന്ന്.
കണ്ണിങ്ങനെ അടിച്ചു പോകും, കണ്ണ് അഞ്ചിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒരുമാതിരി തോന്നും അല്ലേ. അതുപോലെ തന്നെയാണ് ജഗത്ത്. കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും. പക്ഷെ എന്തോ പോലെ തോന്നണമെങ്കിൽ ഉള്ളിൽ ആ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭയം ഉണ്ടാകണമെന്ന്. ജഗത്ത് ജായത്തെ ഇവ, തിഷ്ഠതി ഇവ, ഗച്ഛതി ഇവ. ഇവ എന്ന സംസ്കൃതത്തിൽ ഇവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ എന്ന അർത്ഥം. ജായത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ഭവിക്കുന്നത് പോലെ, ജനിക്കുന്നത് പോലെ, ഉണ്ടാവുന്നത് പോലെ തോന്നുന്നു. അത് ശരിക്കും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഉണ്ടായി പിന്നീടോ നിലനിൽക്കുന്നു അല്ലെ. തിഷ്ഠതി, തിഷ്ഠതി ഇവ, ഇരിക്കുന്നത് പോലെ തോന്നുന്നു, പിന്നീടോ ലയം പ്രാപിക്കുന്നു പ്രളയ സമയത്ത്. ഗച്ഛതി ഇവ, ഗച്ഛതി എന്ന് വെച്ചാൽ പോകുന്നത് പോലെ. ജാ ഗാ ത, ജായത്തെ ഗാ ഗച്ഛതി താ തിഷ്ഠതി. പോലെ തോന്നുന്നു. എന്തുകൊണ്ടാണ് തോന്നുന്നത്? മായാശക്തി കൊണ്ടാണ് അത് തോന്നുന്നത്. ശരി, ഇനി ഇതിൽ നിന്ന് പുറത്തു വരാൻ എങ്ങനെയാണെന്ന് നോക്കണമല്ലോ അല്ലേ. അതാണ് നാലാമത്തെ പോയിന്റ്, ബ്രഹ്മപ്രാപ്തി ഉപാധി. എന്താണ് അതിനുള്ള ഉപാധി? ഇതിൽ പറയുന്നത് അന്വയ വ്യതിരേകാഭ്യാം, അതിനെ കണ്ടെത്തണം. അന്വയ വ്യതിരേക യുക്തി. ഈ അന്വയ വ്യതിരേക യുക്തി വളരെ സിമ്പിളാണ്. ഏതുണ്ടോ ആ വസ്തു ഉണ്ട്, ഏതില്ലയോ ആ വസ്തു ഇല്ല. അതാണ് അതിൻ്റെ സ്വത്വം, സത്ത. ഉദാഹരണം, ആഭരണങ്ങൾ. ഒരുപാട് ആഭരണങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. മാലയുണ്ട്, വളയുണ്ട്, കമ്മലുണ്ട്, പാദസരമുണ്ട്, അരഞ്ഞാനുണ്ട്, അങ്ങനെ പല പല ആഭരണങ്ങൾ. ആഭരണത്തിൽ എല്ലാം തിളങ്ങി നിൽക്കുന്നു. എന്ത്? സ്വർണം. ഏതുണ്ടോ ആഭരണമുണ്ട്. സ്വർണമുണ്ടോ ആഭരണങ്ങളുണ്ട്. സ്വർണമില്ലയോ ആഭരണങ്ങളില്ല. അപ്പൊ ആഭരണങ്ങളുടെ സ്വത്വം, സത്ത എന്താണ്? സ്വർണമാണല്ലോ. നമ്മൾ പറയാണ്, നീ ഈ സ്വർണം എടുത്തിട്ട് എനിക്ക് ആഭരണം മാത്രം തന്നാൽ മതി. നടക്കുമോ? എന്തുകൊണ്ട്? കാരണം അതിൻ്റെ സത്ത തന്നെ എന്താണ്? സ്വർണം. പക്ഷേ നാമരൂപം ഇല്ലെങ്കിലും സ്വർണ്ണമുണ്ടോ? ഇപ്പം ഈ രൂപങ്ങളൊന്നുമില്ല. സ്വർണം ആ ഖനിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ ഒരു കട്ട മാത്രമായിരിക്കും അല്ലേ. അപ്പോൾ കട്ട സ്വർണ്ണമുണ്ട്, പക്ഷെ ആഭരണങ്ങൾ ഇല്ലെങ്കിലും സ്വർണം ഉണ്ട്. അപ്പോൾ വാസ്തവം എന്താണ്? സ്വർണം. ഈ പേരുകളൊക്കെയോ, മാല, വള, കമ്മല, അരഞ്ഞാണ, പാദസരം ഒക്കെ വെറും നാമങ്ങൾ മാത്രം. നാമവും രൂപവും വന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ വസ്തു മാറുകയില്ല, സ്വർണം മാറുകയില്ല. അതിനാണ് കനകൈക മഹാബുദ്ധി എന്ന് പറയുന്നത്. ഒരു കള്ളൻ വന്നു കഴിഞ്ഞാൽ കള്ളൻ കാണുന്നത് സ്വർണത്തിനെ ആയിരിക്കും. പക്ഷെ ഒരു ഭക്തൻ കാണുന്നത്, ആഹാ രാമന്റെ വിഗ്രഹം, രാമൻ നിൽക്കുന്നു. ഭക്തൻ വിചാരിക്കോ സ്വർണ്ണക്കട്ടയിൽ ഉണ്ടാക്കിയ രാമനാണ്. കള്ളനോ അത് തട്ടിക്കൊണ്ടു പോകൂല്ലേ. ഭക്തനോ അത് നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായിട്ട്. ഇതേ യുക്തി തന്നെ നമ്മുടെ ഉള്ളിലും നമ്മൾ പ്രയോഗിച്ചു നോക്കണം എന്ന്. ഏതുണ്ടോ ഞാനുണ്ട്, ഏതില്ലയോ ഞാനില്ല. നമ്മളിപ്പം നമ്മളായിട്ട് ധരിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരം, ബുദ്ധി, അഹങ്കാരം, ചിത്തം എല്ലാം ഒക്കെയാണല്ലോ. ജാഗ്രത അവസ്ഥയിലെല്ലാം ഉണ്ട്. ഈ കാണുന്ന ശരീരമുണ്ട്, മനസ്സ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, കണ്ണുകളൊക്കെ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ കണ്ണിൻ്റെ പിന്നിൽ മനസ്സുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അത് വേൾഡ് ടൂറിന് പോയോ, അതോ ഉള്ളിലേക്ക് ലയിച്ചോ, അതോ പല പല ചിന്തകൾ വരുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ല അല്ലേ. അപ്പം ഈ ശരീരം, കാണുന്ന സ്ഥൂല ശരീരമുണ്ട്, അതിൻ്റെ പിന്നിൽ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു, മനസ്സും ഉണ്ട് അല്ലേ. സ്വപ്നത്തിൽ ഈ കാണുന്ന ശരീരം ഇല്ല അല്ലേ. ഈ കാണുന്ന ശരീരം, ഞാൻ പലരും പറയുള്ളൂ വടി പോലെ ഞാൻ ഉറങ്ങി. വടി പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരം അങ്ങനെ കിടക്കുന്നു. അപ്പം ആ സമയത്ത് തൊട്ട് വിളിച്ചാലും ഒന്നും തോന്നില്ല അല്ലേ. ചിലരൊക്കെ പറയുള്ളൂ, അയ്യോ ഇതാ കണ്ടോ പാവം പോലെ ഉറങ്ങുന്നു, കണ്ടാ എന്ത് പഞ്ചപാവമായിട്ട് തോന്നുന്നത്. ഉറങ്ങുമ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ അല്ലേ. എണീറ്റ് കഴിഞ്ഞാൽ കണ്ടോളോ, എണീറ്റ് കഴിഞ്ഞ് പുലി വരും അപ്പം നിനക്ക് അറിയാമെന്ന് പറയുമല്ലോ അല്ലേ. ഉറങ്ങുമ്പോൾ എല്ലാവരും പാവം പോലെയാണ്. ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ശരീരം നമ്മളെ ഹാങ്ങറിൽ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഹാങ്ങറിൽ ഷർട്ട് ഊരിയിടുന്നത് പോലെ ഈ ശരീരത്തിനെ അഴിച്ചു മാറ്റി വയ്ക്കും. അതില്ലെങ്കിലും ഞാൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ. സുന്ദരമായിട്ട് ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ നാരായണീയ പരീക്ഷയൊക്കെ എഴുതി ഫസ്റ്റ് റാങ്ക് മേടിക്കും. അപ്പോൾ ആഹാ എനിക്കൊരു ഇതെന്നില്ലാത്തൊരു സന്തോഷം അല്ലേ. അപ്പോൾ സ്വപ്നം കാണുന്നു, ഈ ശരീരമില്ല, പക്ഷെ മനസ്സുണ്ടല്ലോ അപ്പോഴല്ലേ. അപ്പോഴും ഞാനുണ്ടായിരുന്നു. ഇനി അതൊക്കെ കണ്ട് ക്ഷീണിച്ച് അവശരായി. അതുകൊണ്ട് ഞാൻ ആഴ്ന്ന നിദ്രയിലേക്ക് പോയി. ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയപ്പോൾ മനസ്സാകുന്ന അതിനെ ഉപാധിയെ ഞാൻ കർട്ടനിൽ മാറ്റി വെച്ചു. മനസ്സും താത്കാലികമായി ലയിച്ചു. അപ്പോഴും ഞാനുണ്ടല്ലോ.
ആഴ്ന്ന ദീപ് സുഷുപ്തിയിലും ഞാനുണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ ശരീരം ഉണ്ടായിരുന്നോ? ഇല്ല. മനസ്സുണ്ടായിരുന്നോ? ഇല്ല. ഞാനെന്ന വ്യക്തിത്വം ഉണ്ടായിരുന്നോ? ഞാനെന്ന വ്യക്തിത്വം അതും ഇല്ലായിരുന്നു. പക്ഷേ എന്തോന്നുണ്ടായിരുന്നല്ലോ. അത് ഇപ്പോഴും ഉണ്ട്. ഈ ജാഗ്രത അവസ്ഥയിലും ഉണ്ട്, സ്വപ്നാവസ്ഥയിലും ഉണ്ട്, സുഷുപ്തിയിലും ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും ഉണ്ട്. പക്ഷെ ഇതൊന്നും എപ്പോഴും ഇല്ല. അപ്പോൾ ശരിക്കുമുള്ള നമ്മുടെ സത്ത എന്താണ്? സ്വരൂപം അതാണ്. ഇതാണ് മനനം എന്ന് പറയുന്നത്. നമ്മൾ ധ്യാനവേളയിൽ ഇങ്ങനെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം. അതെന്താണ്? ആ സ്വരൂപം, ഉണ്മസ്വരൂപം, ബോധസ്വരൂപം, അതാണ് എൻ്റെ ഉള്ളിൽ ഉള്ള ഭഗവാൻ. ഭഗവാന്റെ രൂപം അതാണ്. ഇങ്ങനെ ആലോചിക്കണം. നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിപരീതമായിട്ടുള്ള ഭാവനകളുണ്ട്. ഞാൻ ശരീരമാണ്, ഞാൻ അഹങ്കാരമാണ്, ഇന്ദ്രിയങ്ങളാണ്, ഇതെല്ലാം സത്യമാണ്, കാണപ്പെടുന്ന ലോകം സത്യമാണ് എന്നുള്ള ധാരണകളൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ ധ്യാനവേളയിൽ ഇതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ഈ ശരീരം, കാണപ്പെടുന്ന ശരീരം ഞാനല്ല. എന്തുകൊണ്ട് ഞാനല്ല? ഉറക്കത്തിൽ ഞാൻ ഇതിനെ അനുഭവിക്കുന്നില്ല, സ്വപ്നത്തിൽ എന്നിട്ടും ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുക്തികളൊക്കെ നിരത്തി വയ്ക്കുക. എന്നിട്ട് ഇത് ചെയ്ത് 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 ഉള്ളിലെ വിപരീത ഭാവങ്ങളൊക്കെ ഉള്ളിലെ മെല്ലെ 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 മാറിക്കൊണ്ടിരിക്കും. ഇതാണ് എന്ത്? ബ്രഹ്മപ്രാപ്തി ഉപായം. ഈ 4 കാര്യങ്ങളാണ് ചതുശ്ലോകി ഭാഗവതത്തിൽ പറഞ്ഞത്.